ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ചിമ്മിനി ഫോറസ്റ്റിലാണ് കേട്ടോ. അപ്പം ചിമ്മിനി ഫോറസ്റ്റിൽ നിന്ന് ഒന്ന് ട്രക്ക് ചെയ്ത് വന്നേക്കുവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ചിമ്മിനി വനത്തിലെയാണ്. അപ്പോൾ ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്യാനുണ്ട്. നിലവിൽ ഞാനിപ്പോൾ ഇൻട്രോ പറയുമ്പോൾ പോലും ഞാനൊരു 12 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന മുട്ടിപ്പഴമാണ്. ചിമ്മിനിയിലെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള വഴിയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ ദൂരമുണ്ട് ചിമ്മിനിയിലോട്ട്. നമ്മൾ ഈ പോകുന്ന രണ്ട് സൈഡ് ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നല്ല പച്ചപ്പൊക്കെ വരാൻ കാര്യം ഇപ്പോൾ മഴക്കാലമെല്ലാം കഴിഞ്ഞുകൊണ്ട് നല്ല രസമാണ് കാണാൻ കേട്ടോ. നമ്മളിപ്പോൾ കടന്നു വന്ന ഭാഗം എന്നത് നമ്മൾ ചാലക്കുടി ഡിവിഷനിലെ പാലപ്പള്ളി റേഞ്ചാണ് കേട്ടോ. നമ്മൾ ഈ ഭാഗം കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. അതായത് ചിമ്മിനിയുടെ പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറുമായിട്ട് വരുന്ന ഭാഗമാണ് പാലപ്പള്ളി റേഞ്ച്. നമ്മൾ പോകുന്നവരെല്ലാം രാവിലെ കുറേ പശുക്കളുണ്ട്. അതിൽ നമ്മൾ ഈ തന്നെടുത്ത ട്രക്കിങ് ക്ലൈമറ്റ് വാക്കാണ്. അത് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് വാക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളിന്ന് വളരെ നേരത്തെ 7 മണിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളിത് വന്നതാണ്. അതുകൊണ്ടാണ് വഴി സൈഡിലൊക്കെ ഇതുപോലെ പശുക്കളെയൊക്കെ കാണുന്നത് രാവിലെ തന്നെ. അപ്പോൾ നമ്മുടെ വണ്ടിയാക്കി ഒരു വർഷം ആദ്യം കടന്നു പോകുന്നത്. പിന്നെ വരുമ്പോൾ കാണുന്ന കേട്ടോ ഈ ഒരു മരം, ഇതിൻ്റെ ഒരു വേരിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ എല്ലാം നോക്കിയത് കേട്ടോ. ഈ മരത്തിൻ്റെ പേരാണ് കേട്ടോ ചീനിമരം. ഇതിൻ്റെ വേരിൻ്റെ പ്രത്യേകതയാണ് നമുക്കിപ്പോൾ കൂടുതലും നമ്മൾ ആകർഷിക്കുന്നത്. ഇതൊരു സോഫ്റ്റ് വുഡ് മരമാണ്. ഈ വേരിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു മതിൽ പോലെ എനിക്ക് ഒരു ഫീൽ ചെയ്യുന്നത്. ഇതൊരു നമ്മളൊരാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തായിട്ട് നമ്മൾ കാണത്തില്ല. എൻ്റെ അപ്പം തന്നെ പൊക്കമുണ്ട് കേട്ടോ. അത് ഇത്ര പൊക്കമുണ്ട് കേട്ടോ. ഇത് അവിടെ നിന്ന് കഴിയുമ്പോൾ കല്ല് കയറി നിന്നിട്ടാ ഇവിടെ നിൽക്കുകയാണെന്നോ. എൻ്റെ കാലം നല്ല പൊക്കം. അങ്ങ് സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കും ഇതിലും ഉണ്ട് കേട്ടോ. ഇതേ 2 സാറുമാരെ കണ്ടോണേ. ദൂരെ ആയതുകൊണ്ട് അത്ര കിട്ടത്തില്ല. ഓടി 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 കണ്ടോ കണ്ടോ. നമ്മൾ രാവിലെ ഇവിടെ എത്തിയേക്കുണ്ടോ. ഈ കാണുന്ന ഇതിൻ്റെ എൻട്രൻസ് ഭാഗമാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നേക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളെല്ലാം പേരെല്ലാം എഴുതി സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മളിന്ന് പോകുന്ന ക്ലൈമറ്റ് വാക്ക് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് വാക്കിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് കൂടാതെ വേറെ 2 ട്രക്കിങ്ങുകളുണ്ട്. ഒന്ന് ആംബി വാക്കും പിന്നെ ഒന്ന് ചൂരത്തല ട്രക്കിങ്ങും. അപ്പം നമുക്ക് ചൂരത്തല ട്രക്കിങ് 200 രൂപ വരുന്നത് 3 പേർക്ക്. ആംബി ട്രക്കിങ്ങിനാണെങ്കിൽ വരുന്നത് 6 പേർക്കും കൂടെ 4800 രൂപ വരുന്നുണ്ട്. ചൂരത്തല ട്രക്കിങ്ങിന് പെർ ഹെഡാണ് 200 രൂപ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ട്, അതിനൊരു ഡോർമെട്രി ഉണ്ട്, അതിനപ്പുറത്ത് മെസ്സുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പം ഇത് ഈ കാണുന്ന ഭാഗമാണ്. ഇത് അങ്ങനത്താണ് ബിൽഡിങ്ങില്ലേ, അവിടെയാണ് കേട്ടോ മെസ്സുള്ളത്. അവിടുത്തെ ഫുഡെല്ലാം കഴിക്കുകയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ IB ആണ്. ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ചെല്ലുന്നതാണ് ഈ ഡാമിന് സമീപത്തൂടെ യാത്ര ചെയ്ത് നമ്മളൊരു വ്യൂ പോയിൻ്റ് എന്ന സ്ഥലത്തെത്തും. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാണ്. അവിടെ ചെന്നിട്ട് അവിടെ നിന്നും കുറച്ചും കൂടെ ഉള്ളിലൂടെ കയറി തോട്ടപ്പുരക്കവല എന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇപ്പം 1975 അടിയന്തരാവസ്ഥ കാലത്ത് ആണ് ഈ ഡാമിൻ്റെ പണി ആരംഭിച്ചത്. പിന്നീട് 1996 ഇത് കമ്മീഷൻ ചെയ്തു. അന്നത്തെ കാലത്തൊക്കെ 5 രൂപ 50 പൈസയ്ക്കൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസവേതനം പലർക്കും. പിന്നീട് 5 രൂപ 50 പൈസയ്ക്ക് ജോലി നിന്ന പലരെയും പിന്നീട് ഈ കമ്പനി അവരെ സ്ഥിരമായിട്ട് ജോലിക്ക് എടുക്കുകയും ചെയ്തു. പിന്നെ അവർക്ക് സ്ഥിരമായ ജോലി കിട്ടി. അന്ന് അവിടെ ജോലി ചെയ്ത ആളാണ് ഇന്ന് നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ കരുണേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു കട കാണാറുണ്ട്. അവിടുത്തെ കരുണേട്ടനെ അവിടുത്തെ അതായത് 1975 ജോലി കയറി പിന്നീട് സ്ഥിരമായ ജോലി കിട്ടി, പെൻഷൻ പറ്റി. പെൻഷൻ സമയം സന്തോഷത്തോടെ ഇപ്പോഴും ഡാമിന് അടുത്ത് തന്നെ ചെറിയൊരു കടയൊക്കെ ഇട്ട് കരുണേട്ടനെ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ കാണുന്നതാണ് കേട്ടോ തോട്ടപ്പുരക്കവലയിലെ തോട്ടപ്പുര എന്ന് പറയുന്നത്. അതായത് ഡാമിൻ്റെ നിർമ്മിതി സമയത്ത് ഒരുപാട് മണ്ണും പാറയൊക്കെ നീക്കം ചെയ്തു. ആ പാറ പൊട്ടിക്കാനുള്ള തോട്ടകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഒരു കെട്ടിടം. അതുകൊണ്ടാണ് ഇതിനെ തോട്ടപ്പുര എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വരുന്ന വഴിക്കെല്ലാം ചെറിയൊരു ഇരുമ്പ് കൊണ്ടുള്ള അതായത് പച്ചക്കറി നെറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഈ കാടിൻ്റെ അതിര് തിരിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ജണ്ടയുണ്ട്. ആ ജണ്ടയ്ക്ക് അപ്പുറത്ത് ഒരു സൈഡ് വനവും ഒരു സൈഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ, അതായത് കാടല്ല പ്ലാന്റേഷനൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗമായിട്ട് പുസ്തകമാണ്. സഹകരിച്ച് പോവുക. കാരണം ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുന്നവരുണ്ടാവും, അവർ പെട്ടെന്ന് കയറി പോവുക. അങ്ങനെ ചേരും എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കാൻ നോക്കുക.
പിന്നെ നമുക്ക് ബിസ്ക്കറ്റും വെള്ളം ഒക്കെ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു കാരണവശാലും നാട്ടിൽ വെച്ചിട്ട് ഒരു കാരണവശാലും. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, മുൻകൂട്ടി പറയുക. കാരണം കുറേ പോയിട്ട് പറയരുത്, തോന്നുമ്പോൾ അപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് പോവാം. ഇവിടെ എല്ലാം മുള്ളമന്ദിരം മുള്ളാട്ടം കിടക്കുന്ന ഇതിവിടെ എല്ലാം ഉണ്ട്. ആ ജസ്റ്റ് കഴിയാൻ വെച്ചോട്ടെ. മുള്ളമന്ദിരം മുള്ള പൊട്ടിയതല്ലേ. ഇത് വെണ്ടേക്ക് കാട്ടിലെ നഗ്നായ സുന്ദരി എന്നാണ് പറയുന്നത്. വെണ്ടേക്ക് നെക്കഡ് ക്യൂൻ ഓഫ് ഫോറസ്റ്റ് എന്ന് പറയും. നമ്മൾ ഇതൊരു കുറേ മരങ്ങൾ നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഈ മരം എപ്പോഴും നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ആരും ആകർഷിക്കുന്ന പോലെ വെണ്ടേക്ക് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാണുന്ന ആനക്കുഴി. ആനക്കുഴി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എൻ്റെ ചെറുപ്പം കേട്ടിട്ടുണ്ട് ആനയെ കുഴി കുത്തി വീഴ്ച പിടിക്കുന്നൊക്കെ. അത് ഫസ്റ്റ് ടൈം നമ്മളത് കൺമുന്നിൽ കാണുക. ഇതൊക്കെ ഒരുപാട് ആഴം ഉണ്ടായിരുന്ന കുഴിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ആന കടന്നു പോകുന്ന ആനത്താരയിൽ ഇതിൽ കുഴി കുത്തി ആന അതിൽ വീഴ്ച അതിനെ പിടികൂടുമായിരുന്നു. അപ്പം ഇത് നമ്മൾ നേരിട്ട് ഞാൻ കാണുന്നത്. ഇത് ഒത്തിരി ആഴമുണ്ട്. ഇപ്പം മണ്ണൊക്കെ ഒന്ന് കുറേ മൂടിപ്പോയി കേട്ടോ. നമ്മൾ ട്രക്കിങ് തുടങ്ങി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഏത് സമാനമായ രീതിയിൽ വഴിയൊക്കെ പോവാണ്. ഇത് ഈ മരത്തിലൊക്കെ ഇതുപോലെ ചില മരങ്ങൾ റിബൺ കിട്ടിയിട്ടുണ്ട്. ഇത് പ്ലാന്റേഷൻ ഭാഗമായിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ ഒരു നട്ടുണ്ടായിരിക്കും. അതായത് ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് വേണ്ടി മാവ് പിന്നെ പ്ലാവ്, അപ്പോൾ അതൊക്കെ മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി നട്ടുണ്ടായിരിക്കും. അപ്പം അതിനൊക്കെ ഒരു അതിർത്തി എന്ന രീതിയിലാണ് ഒരു അടയാളപ്പെടുത്തിയാണ് പച്ച കളർ റിബൺ കിട്ടിയേക്കുന്നത്. ഇതന്നെ പൂജക്കോവിൽ. ചിമ്മിനിയിൽ ഏറ്റവും ഉയരം കൂടിയതും പറമ്പിക്കുളവുമായി അതിർത്തി പങ്കിടുന്നതുമായ 1110 മീറ്ററുമുള്ള പാണ്ടിമുടിയുടെ തെക്കേ അതിരിൻ്റെ കുറിച്ച് വരുന്ന ഭാഗമാണ് ഈറ്റക്കൊമ്പനും പൂമലയും. നമ്മൾ ട്രെക്ക് ചെയ്യുന്ന ഭാഗം ഈറ്റക്കൊമ്പൻ മല നിരയാണ് കേട്ടോ. അതുകൂടാതെ ചിമ്മിനിയുടെ തെക്ക് കിഴക്ക് ഭാഗം പറമ്പിക്കുളം ടൈഗർ റിസർവും കിഴക്കും വടക്കിഴക്ക് ഭാഗം ആലത്തൂർ റേഞ്ചും വടക്ക് ഭാഗം പിച്ചി വന്യജീവി സങ്കേതവും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറ് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ്, തെക്ക് ഭാഗം വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റുമാണ് വരുന്നത്. ഇവിടം തൊട്ടൊരു ഇതുവരെ വന്നത് വ്യത്യസ്തമായിട്ട് ഏറ്റവും ആരംഭിക്കാൻ പോകുന്നത്. ഈ കാണുന്നത് പുല്ലാനി നട്ട ഈ പള്ളിയുടെ പേര്. ഇതിങ്ങനെ വളർന്നിങ്ങനെ വലിയ പള്ളികൾ പോലെ മുകളിലോട്ട് പോകും. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിനൊരു വെള്ളമുണ്ട്. അപ്പം ആദ്യത്തെ വെട്ടിന് വെള്ളം വരത്ത്, ഒറ്റ വെട്ടിന് മുറിഞ്ഞാൽ വെള്ളം വരും, ഇല്ലെങ്കിൽ വെള്ളം നേരെ മുകളിലോട്ട് കയറിപ്പോവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് കാട്ടിലെ മുട്ടിപ്പഴം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആമകളും കുരങ്ങും ധാരാളമായിട്ട് ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണമാണ്. നമുക്കും കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ്. നല്ലൊരു പഴമാണിത്. അച്ചാറിടുന്നതിന് ഉപയോഗിക്കാം. അതിൻ്റെ തൊണ്ട് അച്ചാറിടുന്നതിന് ഉപയോഗിക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പഴമുണ്ട്, ആ പഴം നമുക്ക് വെച്ചിരിക്കാം. നല്ലൊരു പോഷകാരമാണ് ഈ സംഗതി. ഈ പ്രഷർ ഷുഗറിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നാട്ടിലുണ്ടാവാറില്ല. നാട്ടിലിപ്പോൾ കൊണ്ടുപോയ ആൾക്കാർ ഇത് വെക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിസരത്ത് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ തന്നെ പുറമെ സൈക്കിൾ കൊണ്ടുപോയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് കടായ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഇത് മൊത്തം മരത്തിൻ്റെ മുകളിൽ മുതൽ അടിവശം വരെ ഉണ്ടാവുന്ന ഒരു പഴമാണ്. 1975 അടിയന്തരാവസ്ഥ കാലത്താണോ ചിമ്മിനി ഡാമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ടിഒ എബ്രഹാം എന്ന കമ്പനിയുടെ കീഴിലായിരുന്നു ഡാമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം 9 വർഷങ്ങൾ കഴിഞ്ഞാണ് 1984 ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. ഈ കാലങ്ങളിൽ ഇത് ചാലക്കുടി ഡിവിഷൻ്റെ പാലപ്പള്ളി റേഞ്ചിലായിരുന്നു. അതിനുശേഷം 2 വർഷത്തോളം പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ കീഴിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ചാലക്കുടിയിലോട്ട് വരികയും പിന്നെ 2020 കൂടി പീച്ചി വയൽ ഡിവിഷൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. നമ്മൾ ചിമ്മിനിയിലെ ക്ലൈമറ്റ് വാക്കം ട്രക്കാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിമ്മിനിയോട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ റബ്ബർ പ്ലാന്റേഷനുകൾ ആദ്യം വരുമ്പോൾ കാണും. പിന്നെ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ മുഴുവൻ തേക്കിൻ്റെ പ്ലാന്റേഷനാണ്.
അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് പ്ലാന്റേഷൻ ഫോറസ്റ്റുകളാണ്. നമ്മൾ ആദ്യം തൊട്ടപ്പുര കവല എന്നുള്ള സ്ഥലം വരെ വരുമ്പോൾ നമുക്ക് പ്ലാന്റേഷൻ ഫോറസ്റ്റുകൾ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാണ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ആരംഭിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ട്രെക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം ഫുള്ളി എവർഗ്രീൻ ഫോറസ്റ്റ്. അങ്ങനെ പല തലങ്ങളായിട്ടുള്ള ഒരു ഫോറസ്റ്റുകളാട്ടോ നമ്മൾ ഈ ക്ലൈമറ്റ് പാർക്ക് നമ്മൾ കാണുന്നത്. അതുകൂടാതെ ഇവിടെ വ്യത്യസ്തമായ പല ജീവജാലങ്ങളും ആനകളും കടുവകളും കരടുകളും എല്ലാം ഉണ്ട് കേട്ടോ ചിമ്മിനി വനത്തിനുള്ളിൽ. ഈ കാണുന്ന കേട്ടോ പോള എന്നുള്ള ചെടിയാണ്. ഇതിന് വേറൊരു പേര് പേപ്പറല്ല. ചേച്ചി പേപ്പറല അല്ലേ? പേപ്പറല എന്ന് പറയും. അതായത് നമ്മൾ തൊട്ട് കഴിയുമ്പോഴത്തേനും ഒരു പേപ്പറിൽ കൊടുക്കുന്ന സെയിം ഫീല്. ഈ ചിമ്മിനി ഡാമിൻ്റെ സമീപപ്രദേശമല്ല ഒരുപാട് വലിയ ടൗൺഷിപ്പ് ആയിരുന്നു കേട്ടോ. 10,000-3000 ആൾക്കാരും ബസ് സ്റ്റാൻഡും സ്കൂളും സിനിമ തിയേറ്ററും വലിയ ഗ്രൗണ്ടുകളും ഒക്കെ ആയിട്ട് വലിയ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും സിനിമ നടന്മാരൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അത്രയും വലിയൊരു ടൗൺഷിപ്പ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ആ ടൗൺഷിപ്പല്ല അവിടെ നിന്ന് പാടെ മാറിപ്പോയി കേട്ടോ. ഇപ്പോൾ തകർന്നു പോയ കെട്ടിടങ്ങളും പഴയ ഡാമിൻ്റെ നിർമ്മിതി ഉപയോഗിച്ച വാഹനങ്ങളും ഇതൊക്കെ മാത്രം ഒരു എന്താ പറയുക മുഴുവൻ നശിച്ചു പോയൊരു സംഭവത്തിൽ നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ ഡാമിൻ്റെ സൈഡിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് അതിൽ പോകുമ്പോൾ പഴയ കാലത്ത് വലിയ സിമെൻറ്റ് കോട്ടണുകളും ഒരുപാട് ക്വാർട്ടേഴ്സിലൊക്കെ കാണണം. ഇതെല്ലാം നമുക്ക് ഡാമിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സ്റ്റെപ്പ് കണ്ടല്ലോ അങ്ങോട്ടല്ലേ? ഇത് റോഡായിരുന്നല്ലേ? ഇതിനകത്ത് കോട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇത് ഗ്രൗണ്ട് ഈ സിനിമാ തിയേറ്ററിന്റെ ഗ്രൗണ്ട് അല്ലേ? ഈ ടൗൺഷിപ്പിന്റെ ഭാഗത്തുണ്ടായ ഗ്രൗണ്ട് അല്ലേ? ഇത് ഒരുവിധമൊക്കെ വലുതാവുന്ന ഒരു ചാട്ടോ. ഇത് ചുവരിലാട്ടോ നമ്മൾ ഈ കസേരയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതേ വള്ളിച്ചുവല്ലേ ചേച്ചി? കണ്ടോ, ഞാൻ ആദ്യത്തിൽ ഓസ് ഇട്ടാക്കുന്നുണ്ട്. ഓസ് ഇട്ടാക്കുന്ന പോലെ കിടക്കുക. കണ്ടോ, വള്ളിയാകട്ടെ. ഇത് അങ്ങോട്ട് പോയപ്പോൾ ഇതേ വള്ളി പോലെ അങ്ങോട്ട് കയറി പോയപ്പോൾ ഇവിടെ അല്ലേ ഇവിടുന്ന് കാട്ടിൽ നിന്ന് ഒന്ന് കളക്ട് ചെയ്ത് കത്തിൻ്റെ വീട് മെയ്യും. ഇതിപ്പോൾ ആ വഴി നടന്ന് കയറി വന്ന കേട്ടോ. അങ്ങനെ വന്ന് ഇവിടെ മലരം പറഞ്ഞിറക്കുന്നത് വെള്ളതിലേ പോകുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇത് ഇഞ്ചി കേട്ടോ. ഈ കാണുന്നു ഇതെല്ലാം ഇഞ്ചിയാണ്. ഇതെല്ലാം ഇഞ്ചിയല്ലേ ചേച്ചി ഈ നിൽക്കുന്നതൊക്കെ? ഇതെല്ലാം ഈ വള്ളി വലത്തപ്പൊന്ന് വള്ളി പോലെ ഇഞ്ചിയാണ്. വരുന്ന വഴിക്ക് ഒരു ചെടി കിട്ടുന്നുണ്ട്. ഇത് നറുതേണ്ടി അതുകൊണ്ട് തന്നെ ഒരു പാൽക്കറ പോലെ ഇതുണ്ടോ, കറക്റ്റ് കാണാമോ? ഇത് നമ്മൾ സർബത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ വേരെടുക്കുന്നുണ്ട്. അതിന് വേര് കിട്ടിയിട്ടില്ല, ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ, ഒരു പാൽക്കറ പോലെ ഉണ്ടല്ലേ ഇലയില കണ്ടോ, ചെറുതായിട്ടൊരു നറുതേണ്ടിയാണിത്. നമ്മൾ രാവിലെ കാപ്പി കുടിച്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ, അവിടെ നിന്ന്
ഇത് ഇവിടുന്ന് പോകുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടോ ഈ ഒരു ഭാഗം. ആ ഒരു വഴി പോകാണെങ്കിൽ പാലക്കാട് മംഗൾ ഡാമിലേക്ക് 8 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ബൈ റോഡ് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 90 കിലോമീറ്റർ മുകളിൽ ഉണ്ട്. വളരെ ഹാർഡായ ട്രെയിലാണ്. അത് പൊടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു വൈറ്റ് കളറിൽ മുട്ടിപ്പഴം. Hello, my YouTube channel. Welcome to my YouTube അതൊന്നൊരു channel. Hello, guys. ഇതല്ലേ ഇതായിരിക്കുന്നത് ഈ ടേസ്റ്റ് പൊളി കേട്ടോ. ചെറിയ മധുരം, ഒരു 20% മധുരവും 80% പൊടി, അങ്ങനെ പറയാം. ഒരു നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ പാർക്കട്ട ഏകദേശം നമുക്ക് വീരാറുണ്ട്. ഇതിലെ കയറി അങ്ങോട്ട് കയറിച്ചേക്കാം. ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പോൾ കണ്ടാട്ടോ ഒരു കടുവയുടെ കാൽപ്പാട്. വേലകളുടെ പാലം ഒന്ന് അടുത്ത് കാണിക്കാമോ? കാലിന് പുറന്ന ഭാഗം വിരലിൻ്റെ ഭാഗമായിട്ട് കടുവയിൽ നടന്നു പോകുന്നത്. വേറെ കാൽപ്പാട് കാണുക, ഇവിടെ വേറെ കാണുന്നില്ല. ചെറിയ കാൽപ്പാടൊക്കെ വേറെ കാണണം. ഓക്കെ, നമ്മളിത് ഏറ്റവും തോക്ക് ഭാഗത്തേക്ക് വേണം. ഇവിടുന്ന് ഇത് ഈറ്റക്കൊമ്പെന്ന് പറഞ്ഞാൽ അല്ലേ ഒരു മലനിര ഭാഗമല്ലേ. ഇവിടുന്ന് വന്ന് നമ്മൾ ഈ വഴി പോവാം. ഇതിലെ പോയി അതിലേക്ക് ഇറങ്ങി എല്ലാവരും തോന്നുന്ന സൈഡിൽ അവിടെ വരും, ആ താഴേക്ക് വരും. അപ്പോൾ നമ്മൾ ട്രക്കിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം വേണം ഇതിനെ വിശ്വസിക്കുക. ട്രക്കിങ് ഏകദേശം ഒരു പകുതി കംപ്ലീറ്റായി. ഇനി ഇറങ്ങാമെന്നൊരു കടമ്പയും ബാക്കി പോകും. ഈ കാണുന്നൊരു ട്രെയിനില്ലേ, അത് ആന ഇടിച്ച് തകർത്തിട്ട വഴി കേട്ടോ. ഇത് നമ്മൾ കാണില്ലേ, ഇങ്ങനെ ആനയ്ക്ക് കയറാൻ വേണ്ടി ചെറുപ്പത്തിൽ ആന ഇടിച്ച് തകർത്തിട്ടാക്കണം. കുട്ടിയാന എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് റൂട്ടൊന്നുമില്ല, അത് പല വഴിയും പോകും. അപ്പം കുട്ടിയാന പോകുന്ന വഴിക്ക് അത് ഇടിച്ച് വഴി അതിന് പറ്റി രീതിയിലാക്കി. ഇത് വേനലൊക്കെ ആയി കഴിയുമ്പോഴത്തേനും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് മനുഷ്യനിർമ്മിതമായി കുത്തിയ കുളമാണ് ഇത്. ഇവിടുന്ന് ഒരു അവിടെ സ്ക്വയർ കെട്ടി ഇവിടെ ചെരിച്ചം കൊടുക്കും. അപ്പം വെള്ളം എന്നിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ആ സൈഡിൽ പോയി കിടക്കും. എന്നിട്ട് ആനിമൽസിന് ഇതിലെ വന്ന് ഇതിലെ ഇറങ്ങിയിട്ട് പോയി വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തേക്കുന്ന. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ അതിന് വെള്ളമുണ്ട്, മീനൊക്കെ ഉണ്ട്. പക്ഷേ വേനൽക്കാലത്ത് ഇത് വറ്റി വെള്ളം താഴും. അപ്പോൾ ഇവിടെ വെള്ളം ഇല്ലാതാകുമ്പോഴത്തേനും ഇങ്ങോട്ട് എല്ലാ ആനിമൽസും വെള്ളം കുടിക്കാണ്ട് അതിനുവേണ്ടി ഒരു മനുഷ്യനിർമ്മിതമായ കുളമാണ് കാണുന്നത്.